നമസ്കാരം, ആയുഷ് മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വിഷയം നാടൻ കോഴികളെ വീടുകളിൽ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ആണ്. അത് കാണുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. നമ്മൾ മലയാളികൾക്കിടയിൽ, പ്രത്യേകിച്ച് നാട്ടിൻപുറങ്ങളിൽ വീടുകളിൽ കോഴികളെ വളർത്താത്തവർ ചുരുക്കമാണെന്ന് പറയാം. നമ്മൾ അല്പം ശ്രദ്ധ നൽകിയാൽ കൂടുതൽ വരുമാനം നേടാൻ കഴിയും. വീടുകളിൽ വളർത്താൻ ഏറ്റവും ഉത്തമമായത് ഗ്രാമശ്രീ, ഗ്രാമലക്ഷ്മി എന്നീ ഇനങ്ങൾ ആണ്. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയുമായി ഏറ്റവും യോജിച്ചു പോകുന്ന ഇനങ്ങൾ ആണ് രണ്ടും. നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന തനതിനങ്ങളിൽ നിന്നു വികസിപ്പിച്ചെടുത്ത ഇനങ്ങൾ ആണ് ഇത്. ചിലർ അപൂർവമായി കൂടുതൽ ലാഭം പ്രതീക്ഷിച്ചു BV 380 പോലെയുള്ള ഇനങ്ങളെ വളർത്താറുണ്ട്. എന്നാൽ ഇത് ഇരട്ടി നഷ്ടം ഉണ്ടാക്കുകയേ ഉള്ളൂ. നാടൻ കോഴികളിൽ നിന്നും വികസിപ്പിച്ച ഗ്രാമശ്രീ, ഗ്രാമലക്ഷ്മി എന്നിവയ്ക്ക് കടകളിൽ നിന്നും വാങ്ങുന്ന ഉയർന്ന വിലയുള്ള കോഴിത്തീറ്റകൾ നൽകേണ്ടുന്ന ആവശ്യം ഇല്ല. അത്യാവശ്യം വീട്ടിൽ അധികം വരുന്ന ഭക്ഷണ സാമഗ്രികൾ, പിന്നെ ആവശ്യമെങ്കിൽ ഗോതമ്പ്, ബാക്കിയുള്ള ഭക്ഷണം ഈ കോഴികൾ നമ്മുടെ പുരയിടത്തിൽ നിന്നും തന്നെ കണ്ടെത്തിക്കൊള്ളും. കുടിക്കാൻ നല്ല വെള്ളം ഒരു പാത്രത്തിൽ കൂടിന് പരിസരത്ത് വെച്ച് കൊടുക്കണം. കൂട് പണിയുമ്പോൾ എപ്പോഴും കൂടിന് 2 ഭാഗങ്ങൾ നൽകണം, 2 വാതിലുകളും. കാരണം പിന്നീട് നമ്മൾ പുതിയ കോഴികളെ വളർത്താൻ താല്പര്യം കാണിക്കുമ്പോൾ പുതിയതായി വരുന്ന കോഴിക്കുഞ്ഞുങ്ങളെ പഴയ കോഴികൾ കൊത്തി പരിക്കേൽപ്പിക്കാൻ സാധ്യതയുണ്ട്. കൂടുകൾ ബലമുള്ളതും ഇഴജന്തുക്കൾ, കീരി, മരപ്പട്ടി, കാട്ടുപൂച്ച എന്നിവ കയറാത്തതും ആകണം. നമ്മൾ കൂടുതൽ കോഴികളെ വളർത്താൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ കൂടുതൽ ബലമുള്ളതും വലുപ്പമുള്ളതുമായ കൂടുകൾ പണിയുക. തറയിൽ നിന്നും ഈർപ്പം പടരാതെ ഇരിക്കാൻ ഈർച്ചപ്പൊടി ഇടുക. കൂടാതെ ചെറിയ കൂടിന് എന്ന പോലെ 2 വാതിലുകളും ഇടയ്ക്ക് വേർതിരിക്കാൻ ഒരു ജാലിയും ഫിറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മൾക്ക് പുതിയ ബാച്ച് കോഴികളെ പഴയതിൻ്റെ കൂടെ ഇടാൻ പറ്റാതെയാകും. വലിപ്പമുള്ള കൂടുണ്ടാക്കുമ്പോൾ അതിന് ആനുപാതികമായി കോഴികളെയും വളർത്തുക. വലിയ കൂടും അതിൽ വിരലിലെണ്ണാവുന്ന കോഴികളും എന്ന രീതി നമ്മൾക്ക് നഷ്ടമുണ്ടാക്കും. അപ്പോൾ എല്ലാവരും ചെറിയ രീതിയിലെങ്കിലും വീടുകളിൽ കോഴിയെ വളർത്തും എന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു. ഈ വീഡിയോയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. നാളെ പുതിയ വിഷയവുമായി വരുന്നതുവരെ ഞങ്ങളുടെ പഴയ വീഡിയോകൾ കാണാൻ ഹോം ചാനൽ പേജ് സന്ദർശിക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക.